നീലൻ്റെയും നീലിയുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ നാട്ടുകാർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്നു പേരുള്ള ഒരു മന്ത്രവാദിയെ കൊണ്ടുവരികയാണ്. തമ്പിയുടെ മാന്ത്രിക ശക്തികൾ കൊണ്ട് അദ്ദേഹത്തിന് നീലനെ തളയ്ക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും ഉഗ്രശക്തിശാലിയായ നീലിയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രവുമല്ല, നീലി തൻ്റെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടെ തന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ഗ്രാമീണർ ഭയപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ചതിച്ചു കൊന്ന ഭർത്താവിൻ്റെ പുനർജന്മമായ കാവേരിപ്പൂ പട്ടണം സ്വദേശിയായ ആനന്ദൻ കച്ചവട ആവശ്യാർത്ഥം പഞ്ചമൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം നീലി അറിയുന്നത്. നീലി തൻ്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തെയും വശീകരിച്ചു എങ്കിലും മാന്ത്രിക ദണ്ഡ് കയ്യിലുള്ളത് കൊണ്ട് നീലിക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ ഉള്ളത് ഒരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആനന്ദൻ ഓടി പഴകഞ്ഞൂർ ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ്. എന്നാൽ നീലി അദ്ദേഹത്തെ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല. നീലി തൻ്റെ മായ കൊണ്ട് കുട്ടിയോട് കൂടിയുള്ള ഒരു സ്ത്രീയുടെ രൂപം പ്രാപിക്കുകയും അദ്ദേഹത്തെ പിന്തുടർന്ന് ഗ്രാമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള ആളുകളോട് നീലി പറഞ്ഞത്, ഇയാൾ എൻ്റെ ഭർത്താവാണ്, എന്നെയും കുട്ടിയെയും ഒറ്റയ്ക്കിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു. ആ സമയത്ത് പോലും ഇതൊരു യക്ഷിയാണ്, നിങ്ങളാരും വിശ്വസിക്കരുതെന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞു. എങ്കിലും അത് ആരും ചെവികൊണ്ടില്ല. അങ്ങനെ അന്നേ ദിവസം അവിടെ താമസിക്കേണ്ടി വന്ന ആനന്ദൻ്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഗ്രാമവാസികൾ കാണുന്നത്. അപ്പോഴാണ് അതൊരു യക്ഷിയായിരുന്നു എന്ന കാര്യം ഗ്രാമവാസികളും തിരിച്ചറിയുന്നു. തൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് കാരണമായ നമ്പിയുടെ പുനർജന്മമായ ആനന്ദനെ കൊലപ്പെടുത്തിയതോടുകൂടെ തന്നെ കള്ളിയങ്കാട്ട് നീലി എന്ന തൻ്റെ ഭീകരരൂപം ഉപേക്ഷിക്കുകയും ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ മാതൃഭാവത്തിൽ കുടിയിരിക്കുകയും ചെയ്തു. നീലിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയ ഗ്രാമീണർ പിന്നെ അവരെ ആരാധനയോടുകൂടെ സ്മരിക്കാൻ ആരംഭിച്ചു. ഇത്രയുമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന ആ ഭീകര രക്ഷയുടെ കഥ. എന്നാൽ ആനന്ദനെ കൊന്ന ശേഷവും നീലി അടങ്ങിയിട്ടില്ല എന്നും കടമറ്റത്ത് കത്തനാർ നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല പനയന്നാർക്കാവ് ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നും വിശ്വാസമുണ്ട്. അപ്പം ഇതൊരു കഥയായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.